ഹായ് ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സിമ്പിൾ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മീൻ കറി. ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു വാളംപുളി, 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2-3 ചെറിയുള്ളിയും കൂടി ഉണ്ടായില്, അതും കൂടി ചതച്ചത്, പിന്നെ കറിവേപ്പിൻ്റെ കുറച്ച് തണ്ടും. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ കറിയിലേക്ക് കിടക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു, പിന്നെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ഇട്ടു. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പില, എണ്ണയിലേക്കാണ് കറിവേപ്പില ഇടുമ്പോൾ ഒരു ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി കൂടി ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തക്കാളി നമുക്ക് എന്ത് ചെയ്യും, വഴഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കുകയാണ്. 2.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് കുറച്ച് കുറവ് മല്ലിപ്പൊടി, പിന്നെ ഈ ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചക്കുത്ത് മാറുന്ന വരെ എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിക്കുക. വീണ്ടും വെള്ളപ്പൊക്കമാണ് വരാൻ പോകുന്നത്. വീണ്ടും വെള്ളം ഒഴിക്കുക. വീണ്ടും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. നമ്മൾ കറിക്ക് എത്രയാണ് വെള്ളം അത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ കറി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമ്മൾ കറി തിളച്ചതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മീനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് 2 കറിവേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. കയ്യിലിട്ട് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.